സ്കൂളിൽ പോകാതെ ഇറങ്ങി നടക്കാതാ. പോയി ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാനാ? മോനെ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല കേട്ടോ. വീട്ടിൽ തന്നെ ചായ കുടിക്കാൻ കാക്കില്ല. പൈസ ഒന്നും വേണ്ടെന്ന്. ഞങ്ങള് സ്കൂളിൽ പോകുന്ന ബസ്സിലായിരുന്നേ. അപ്പൊ 4-5 ദിവസം കൊണ്ട് കൈ കാണിച്ചിട്ട് ബസ് നിർത്താൻ പോവുക. ഇപ്പൊ ഞങ്ങളെന്ത് വേണ്ടേ? അല്ല അപ്പവന്മാരാ കൈ ഒന്ന് കാണിച്ച് ബസ് ഒന്ന് നിർത്തി തരാമോ? ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. രാഘവ, നമ്മുടെ കുട്ടികളല്ലേ, അതെ, ഒന്ന് സഹായിക്കാം. കുഞ്ഞുങ്ങളെ പിന്നെ കൈ കാട്ടി എന്തിനാണ് ഇങ്ങാട് കേറി കാണുന്നവരെ എന്റെ ചേട്ടൻ ഇവര് കൈ കാണിച്ചുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. പിന്നെ പിള്ളേർക്ക് പഠിക്കാൻ പോകണ്ടേ? അവര് പോകണ്ടേ സ്കൂളില്? എന്റെ സാറ് ഈ ബാഗും പണ്ടാറവും പിള്ളേരെ കൂടി നിറച്ചു കയറിയാൽ നിങ്ങളെ പോലെ മാന്യന്മാർക്ക് ഇരിക്കാൻ സീറ്റ് വേണ്ടേ? സീറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ആവശ്യത്തില്. നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഇനി അവിടെ നിന്നൊക്കെ കയറണവർക്കാ. പിന്നെ കുട്ടികൾ പഠിക്കാൻ സ്കൂളിൽ പോകണ്ടേ? എന്റെ പൊന്ന് ചേട്ടാ, ഇത് വൈകുന്നേരം വരെ ഒരു കൂവാക്കി പിള്ളേരെ കൊണ്ട് പോയാലേ വൈകുന്നേരം ഡീസൽ അടിക്കാൻ പറ്റൂല. അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഞാനൊന്നും കൊപ്പളിക്കാതിരിക്കണം. സംസാരിക്കണം. രതീഷ്, ആര് കൈ കാണിച്ചാലും നിർത്തണ്ടാട്ടോ. ഓരോ നമ്പറായിട്ട് ഇറങ്ങിയൊക്കെയാണ് ആളുകള്. മോനെ ടിക്കറ്റ് എടുക്കടാ. പറഞ്ഞോണ്ടല്ലേ നിന്നോട് ആരാ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ? എണീറ്റ് പുറകോട്ടോ ഇരിക്കണ്ട കേട്ടാ. അവിടെ ഒന്ന് നേരെ തരാൻ പാടില്ല. ഇത് ചുരുട്ടി കൂട്ടി എന്താ വിസിലാ? എന്തേ കാർഡ് എവിടെ? ആ എണീക്കങ്ങട്. കാർഡല്ല, എനിക്ക് എന്താണ് കണ്ടക്ടറെ? കുറച്ചുകൂടെ സംസ്കാര സമ്പന്നമായി നിങ്ങൾ സംസാരിക്കൂ. എന്റെ പൊന്ന് ചേട്ടാ, ഒരു കണക്കിനാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഈ ബേഗും ബഹളമായിട്ട് ഇവിടെ വന്നിരുന്നാൽ ആളുകൾക്ക് ഇരിക്കണ്ടേ? ഈ കുട്ടികളൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതിന് അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സംയമനം പാലിച്ച് സംസാരിക്കണം. എന്റെ പൊന്ന് ചേട്ടാ, പുറകിൽ ബസ് വരണ്ട. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വധൂരികളയിൽ കയറ്റിയിട്ട് നീ പുറകിൽ പോയിരുന്നേ. ആവശ്യമില്ലാന്ന് പുറകിലേക്ക് ഇരിക്കാൻ പറ്റില്ല. സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. എന്താണ് അവരുടെ ഒരു കുഴപ്പം? 1 രൂപയെന്ന് തന്നിട്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. താനവിടെ ഇറങ്ങിയിരിക്കും. 1 രൂപ നിശ്ചയിച്ച അവരാണോ? അവരല്ല, അവരുടെ അവകാശമാണിത്. എടോ, അവരുടെ അവകാശമാണ്. താനൊരു ബസ് സ്വന്തം മേടിച്ചിട്ട് അവരെ കൊണ്ടുപോയിക്കോളൂ. ആർക്ക് തർക്കം? താൻ തന്റെ സംസാരം വളരെ മോശം. ഇരിക്കണോ ഇവിടെ? എന്താ ഇയാൾക്ക് എന്താ വേണ്ടത്? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്കാണ്. ഇത് ബസ് ഇത് ഓടണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പച്ചാൾ വെച്ചാൽ ഓടൂല. അപ്പൊ എന്താ വേണ്ടേ? ഡീസൽ. ഡീസൽ ഒഴിക്കണം. വണ്ടി ഓടണമെങ്കിൽ ഡീസൽ ഒഴിക്കണം. വേണ്ടേ? 1 ലിറ്റർ ഡീസലിന് എത്ര പൈസ? എനിക്ക് ബസ്സില്ല, ഞാൻ ഡീസൽ അടിക്കാറില്ല. എനിക്ക് ബസ് ഉണ്ട്. ഞാൻ ഈ ബസ്സിലെ പണിക്കാരനാണ്. ഞാൻ ഡീസൽ അടിക്കലുണ്ട്. ഇന്നലെ അവരെ അടിച്ചിനി. ഇന്ന് വില കൂടിയോന്ന് അറിയാൻ വേണ്ടി. ദിവസം കൂടുതലല്ലേ? അതെനിക്കറിയില്ല. വർത്താനം പറഞ്ഞിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കട്ടോ. ടിക്കറ്റ് എടുത്തോട്ടാ.
ഉറങ്ങല്ലേ മോനെ ടിക്കറ്റ് എടുക്ക് എടുക്കണ്ട വെല്ലിച്ചന്റെ മോനാ ഇതാ ആ. ഏത് വലിയച്ഛൻ്റെ എന്റെ മൂത്ത വെല്ലിച്ചൻ മോനെ ടിക്കറ്റ് എടുക്ക് എന്റെ കൂട്ടുകാരനാണ് ഒരാൾക്കും എടുക്കാൻ പറ്റില്ല ഇറങ്ങി പോയടാ നീ ഒന്ന് ടിക്കറ്റ് എടുപ്പിക്കൂല ആരെ കൊണ്ടും ഇതാരെങ്കിലും ആണോ അതിന്റെ എന്താണ് കുട്ടികളോട് കുറച്ചുകൂടെ മര്യാദയായിട്ട് പെരുമാറോ? എന്താ ഇയാൾക്ക് എന്താ വേണ്ടേ? നമ്മളെ ബസ്സിൽ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, പല ആൾക്കാരെയും കാണുന്നതാണ്. വെറുതെ വർത്താനം പറഞ്ഞ ഒരു കാര്യമില്ല. ബസ് കുഴപ്പമുണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അതെ, ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്താ പ്രശ്നം? ഞാൻ ഇത്ത പണിക്കാരനാണ്, അതുകൊണ്ട് ഇതിനെ കൂടെ ജീവിച്ചു പോകുന്നത്. ഞാൻ വെറുതെ കുഴപ്പമുണ്ടാക്കിയ കാര്യമില്ല. ഒരു ബസ് പാവാന്ന് ക്ഷീണുണ്ടാവും. വർത്താനയില്ലോ. ഇയാൾക്ക് എന്താ? 1 ലിറ്റർ ഡീസൽ വെച്ചാൽ വെറും ബസ് 3.5 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കൂ. ആണോ? ഇത്ര ആള് കയറി ഏടുന്ന് മുതലാവര്. നിങ്ങളൊരു കാര്യം ചെയ്യും, 1 ലിറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 10 ലിറ്റർ ഒഴിച്ച് നോക്കും. 35 കിലോമീറ്റർ ഓടാൻ പറ്റും. അത് ശരിയാ. എടാ 10 ലിറ്റർ വെച്ചാൽ 35 കിലോമീറ്റർ ഓടാൻ പറ്റും. ബസ്സാ ആ ഒരു പണി വൈകുന്നേരം പോകുമ്പോ ഈ ഷർട്ടൂരി ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടാ. അപ്പൊ പണി പോകില്ലേ? നാളെ വരണ്ട. അതെ, നാളെയുടെ വാഗ്ദാനമായ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അനീതി കണ്ടാൽ അപ്പൊ പ്രതികരിക്കണം കേട്ടാ. മറിമായം